ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കൊടുങ്ങല്ലൂരിൽ മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിലായി. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി ഷില്ലിയാണ് അറസ്റ്റിലായത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ കണ്ടെത്തിയത്. കടൽക്ഷോഭം തടയുന്നതിന് സമർപ്പിച്ച പദ്ധതിക്ക് അടിയന്തരമായ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ. ടെട്രോപോഡ് നിർമ്മിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനാണ്. കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പിഗ് ബ്രീഡിംഗ് യൂണിറ്റിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗകേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിലായി. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി പോത്തേഴത്ത് വീട്ടിൽ ഷില്ലിയാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പ്രതിയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മകൾ ഭാര്യയുടെ പക്ഷം പിടിക്കുന്നതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. പ്രതി മകളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വായ പൊത്തിപ്പിടിക്കുകയും കൈകൊണ്ടടിക്കുകയും കൈപിടിച്ച് തിരിച്ച് കൈവിരലിന്റെ എല്ല് പൊട്ടിക്കുകയും വെട്ടുകത്തി ഉപയോഗിച്ച് തലയിൽ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO C രമേശ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SIമാരായ അതുൽ മോഹൻ, ജാക്സൺ ജോസഫ്, സെബി, ഗ്രേഡ് SCPO ജിതിൻ, ഷമീർ, വിഷ്ണു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് മൂലം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. അവധി ദിവസങ്ങളിലും വിശേഷാവസരങ്ങളിലുമാണ് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ചാവക്കാട് ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് മണിക്കൂറുകളോളം നീളുന്ന കുരുക്ക് രൂപപ്പെടുന്നത്. അവധി ദിവസങ്ങളിൽ ബീച്ചിലേക്ക് കടൽ കാണാനെത്തുന്ന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാണ് പ്രദേശത്ത് കുരുക്ക് കൂടുതൽ സൃഷ്ടിക്കുന്നത്. മുല്ലത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ നിന്ന് വലിയ വാഹനങ്ങൾക്ക് ചാവക്കാട്ടേക്ക് തിരിയാനുള്ള പ്രയാസമാണ് പ്രശ്നം രൂക്ഷമാക്കിയിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മുല്ലത്തറ ട്രാഫിക്കിന്റെ കാരണം കൊണ്ട്, ഇവിടുത്തെ ഈ ബ്ലോക്ക് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു വാടക പോലും അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഇതിലൂടെ പോകുന്ന വണ്ടികൾ നിരന്തരം ഇവിടെ ട്രാഫിക് ജാമായിട്ടുള്ള അപകടങ്ങളും അതേപോലെ തന്നെ കൂട്ടിടിക്കലും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ മുല്ലത്തറ. ഈ പറഞ്ഞ ഈ സ്ഥലം ഇവിടുന്ന് നേരിട്ട് വരുന്ന വണ്ടി നിർത്താതെ നേരെ മെയിൻ റോഡിൽ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം ഇവിടെ. ചാവക്കാട് നിന്ന് ബീച്ചിലേക്കുള്ള റോഡിൽ പലപ്പോഴും ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത രീതിയിൽ വാഹനങ്ങൾ നിരന്നു കിടക്കുകയാണ്. ചില ദിവസങ്ങളിൽ ബീച്ച് മുതൽ ചാവക്കാട് ടൗൺ വരെ നീളുന്ന വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കുരുക്ക് രൂക്ഷമാകുന്നതോടെ സ്വന്തം വാഹനങ്ങളുമായി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിലെത്താൻ പോലും കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ മുല്ലത്തറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി ഹോംഗാർഡിനെ ഉടനടി നിയോഗിക്കണമെന്നും പോലീസ് ഇടപെട്ട് ശാസ്ത്രീയമായ ഗതാഗത ക്രമീകരണം നടപ്പിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. മണലിപ്പുഴയിലെ മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. അപകടം നടന്ന കടവിന് 200 മീറ്റർ മാറിയാണ് പുഴയിലേക്ക് മറിഞ്ഞു വീണ കാർ പനയിൽ തടഞ്ഞുനിന്ന നിലയിൽ കണ്ടെത്തിയത്. ചൂണ്ടയിടാൻ എത്തിയവരാണ് കാർ കണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 1-നാണ് കാർ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയത്. കാർ ഓടിച്ചിരുന്ന ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ആലുവയിൽ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം തിരഞ്ഞിട്ടും കാർ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ക്രെയിൻ എത്തിച്ച് കാർ ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കും.
കടൽക്ഷോഭം തടയുന്നതിനായി സമർപ്പിച്ച 320 കോടി രൂപയുടെ പദ്ധതിക്ക് അടിയന്തരമായ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അഴീക്കോട് മുതൽ കയ്പമംഗലം വരെയുള്ള തീരപ്രദേശത്ത് ദേശീയ കടൽത്തീര ഗവേഷണ കേന്ദ്രം പരിശോധന നടത്തി കടൽഭിത്തിക്ക് പകരം ടെട്രോപോഡ് നിർമ്മിക്കുന്നതിനാണ് അനുയോജ്യമെന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ടെട്രോപോഡ് നിർമ്മിക്കുന്നതിനായി 320 കോടി രൂപയുടെ പ്രപ്പോസൽ സമർപ്പിച്ച് 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി EK ദാസൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പിഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഫാമിലെ പന്നികൾ ചത്തതിനെ തുടർന്ന് നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്ന് പ്രദേശത്ത് മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. രോഗവ്യാപനം തടയുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രോഗബാധ സ്ഥിരീകരിച്ച കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ ശാസ്ത്രീയമായി കള്ളിങ്ങിന് വിധേയമാക്കും. രോഗകേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതൽ ജാഗ്രതയും ശക്തമായ രോഗനിരീക്ഷണവും ഏർപ്പെടുത്തും. തുടർ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിൽ യുവാവിന് കുത്തേറ്റു. എങ്കക്കാട് സ്വദേശി സൂരജനാണ് കുത്തേറ്റത്. ആക്രമണത്തിൽ പരിക്കേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴാനി റോഡിലെ സ്വകാര്യ ബാറിന് സമീപം മാണി സ്റ്റോഴ്സിന്റെ ഗോഡൌൺ പരിസരത്തായിരുന്നു സംഭവം. സംഭവസ്ഥലത്ത് വലിയ അളവിൽ രക്തം വാർന്നുപോയ നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. LDF സർക്കാരിന്റെ അവസാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം UDF സർക്കാരിന്റെ റിവൈസ്ഡ് ബജറ്റിൽ വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തറ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ നടത്തറ പഞ്ചായത്തിന് വിവിധ പദ്ധതികളായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രമേയം ചൂണ്ടിക്കാട്ടി. പദ്ധതി ഗഡുക്കൾ വൈകുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് പ്രമേയം അവതരിപ്പിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുരേഷ് പ്രമേയത്തെ പിന്താങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്ത് കമ്മിറ്റി യോഗം കോൺഗ്രസ് മെമ്പർമാർ ബഹിഷ്കരിച്ചു. മുൻ LDF സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ UDF സർക്കാരിനെതിരായ പ്രമേയം അവതരിപ്പിച്ച LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത്ത് ചാക്കോ, മെമ്പർമാരായ ജോയ്സൺ അച്ചാണ്ടി, VA കൃഷ്ണൻ, വിജേഷ്, സാബു വലിയപറമ്പിൽ, ഷെർലി മോഹനൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. വെള്ളത്തിൽ മുങ്ങി ഒരാഴ്ചയോളമായി ഗതാഗതം തടസ്സപ്പെട്ട മനക്കൊടി പുള്ളു റോഡ് CPM കർഷക സംഘം നേതാക്കൾ സന്ദർശിച്ചു. വാരിയംപടവ്, അഞ്ചുമുറി എന്നീ പാടശേഖര സമിതികൾക്ക് കൃഷിപ്പണികൾക്കായി മോട്ടോർ പ്രവർത്തിപ്പിക്കാനാകാത്ത സാഹചര്യവും സംഘം പരിശോധിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ആഷിഖ് വലിയകത്ത്, വാർഡംഗം ഓമന അശോകൻ, വാരിയം കോൾപ്പടവ് സെക്രട്ടറി KK അശോകൻ, പ്രസിഡന്റ് കുറുവത്ത് പുഷ്കരൻ, CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാഗേഷ്, അഞ്ചുമുറി പാടശേഖര സമിതി അംഗം PR ശക്തിധരൻ തുടങ്ങിയവർ സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. UDF സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തലാക്കിയതിനെതിരെ വെങ്കിടങ്ങ് സെന്ററിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം EV പ്രബീഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറിമാരായ KK ബാബു, KA ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ സൗദ ബഷീർ, വാർഡംഗം ശോഭന മുരളി തുടങ്ങിയവർ സംസാരിച്ചു.
സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ CPM താന്യം പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ ചേർന്ന പൊതുയോഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സിബിൻ സി ബാബു അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി TB മായ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CP ജോസ്, MV മുകേഷ്, AS ജിംഷാർ, TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ സ്ത്രീ സുരക്ഷാ സംഗമം നടത്തി. CITU തൃശൂർ ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാധിക അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, സംഘാടക സമിതി ചെയർമാൻ KK രാധാകൃഷ്ണൻ, PG നൈജി, TP പ്രഭേഷ്, അഷ്റഫ് സാബാൻ, PN രാമദാസ്, PN വിനയചന്ദ്രൻ, അലിമാർ റഷീദ്, റസോജ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജുമാ മസ്ജിദിന് മുൻവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ കോയമ്പത്തൂരിൽ നിന്നും ഒറ്റപ്പാലം ചുരങ്ങാട് ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ ചിറക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തോന്നൂർക്കര സ്വദേശി അർജുൻ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ചേലക്കര ഭാഗത്തേക്ക് അതിവേഗത്തിൽ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അർജുന്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ യുവാവിന് കാലുകൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ അർജുനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 1.34 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പുതുപ്പാടി കൈതപ്പൊയിൽ സ്വദേശി മലഞ്ഞ വീട്ടിൽ സയ്യിദ് സഫ്വാനാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, തെരുവ് നായകളുടെ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വെങ്കിടങ്ങ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജീഷ അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തൊയക്കാവ്, ജില്ലാ കമ്മിറ്റി അംഗം ശരവണൻ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി കർമ്മങ്ങൾ ബുധനാഴ്ച നടക്കും. രാവിലെ 4:30 മുതൽ 8 മണി വരെ നടക്കുന്ന ബലികർമ്മങ്ങൾക്ക് അങ്കമാലി അജിത്ത് ശാന്തി ആചാര്യസ്ഥാനം വഹിക്കും. ക്ഷേത്രത്തിൽ നടക്കുന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഒല്ലൂർ വിശുദ്ധ എവുപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ 20ാമത് തിരുനാൾ ഈ മാസം 20 മുതൽ 29 വരെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധയുടെ തിരുസ്വരൂപം വഹിച്ചുള്ള വിളംബര ഘോഷയാത്ര പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പറപ്പൂർ, ഒല്ലൂർ ഫൊറോന പള്ളികളിലെ സ്വീകരണത്തിന് ശേഷം വിശുദ്ധ എവുപ്രാസ്യ തീർത്ഥകേന്ദ്രത്തിലെത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തിരുസ്വരൂപം ഏറ്റുവാങ്ങി. ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ടാജ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. 20 വൈകിട്ട് 5 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം കൊടിയേറും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ 29 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ജപമാല പ്രദക്ഷിണം നടക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഊട്ടുനേർച്ച വിതരണവും നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ SDPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. SDPI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, ട്രഷറർ ഡോക്ടർ സക്കീർ ഹുസൈൻ, സുബൈർ മന്ദലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി സെന്റർ വികസനത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള സർവേ നടപടികൾക്ക് തുടക്കമായി. ചാവക്കാട് താലൂക്ക് സർവേയർ G സുനിൽകുമാർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശാലിനിത, ഓവർസിയർ PC പ്രീതി, സർവേ വകുപ്പ് ഉദ്യോഗസ്ഥരായ MP വിഷ്ണുപാൽ, PD സെബി എന്നിവർ സർവേ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. സർവേ നടപടികൾ ഉടൻ പൂർത്തിയാക്കി പാവർട്ടി സെന്റർ വികസനത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് കോലഴി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഡയാലിസിസ് കിറ്റ് വിതരണവും നടത്തി.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് കിറ്റ് വിതരണം കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു നിർവഹിച്ചു. G. സോലോനപ്പൻ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രജിൻ മോഹൻ, കോലഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. അന്തിക്കാട് പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണവും ഹരിതകർമ്മ സേനയ്ക്കായുള്ള മെഡിക്കൽ ക്യാമ്പും നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ, ഷാജി പുലിയടത്ത്, റഹ്മത്ത് ഷബീർ, സിമി ജോജു, ബിജു അണ്ടേഴത്ത്, ഡോക്ടർ ലിജ ജേക്കബ്, T. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ ഹരിതകർമ്മ സേനയുടെ അജൈവ മാലിന്യ ശേഖരണത്തിനായി 2 പിക്കപ്പ് വാഹനങ്ങൾ നഗരസഭ വാങ്ങി. താക്കോൽ കൈമാറ്റ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പടിഞ്ഞാറ് വശത്താണ് തിമിംഗലത്തിന്റെ ജഡമടിഞ്ഞത്. ദിവസങ്ങൾ പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലാണ്. ഇത്തിൽ വാരാനെത്തിയ തൊഴിലാളികളാണ് തിമിംഗലത്തെ കണ്ടത്. ചേലക്കോട്ടുകര മാർ തിമോത്തിയോസ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. മാർ ജോസഫ് കുര്യാക്കോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനില ജോസ്, HS ഹെഡ് മാസ്റ്റർ ഡെന്നി മാത്യു, ഡിവിഷൻ കൗൺസിലർ ഷാജി ഫ്രാൻസിസ്, ഫാദർ നിംസൺ വർഗീസ്, അബി ജെ പൊന്മണിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതിദത്ത ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ വിഭവങ്ങളുമായി ഈ മാസം 19-ന് ഓണസദ്യ ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഹാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതി സൗഹൃദ ഓണസദ്യയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 15-ന് മുമ്പ് പേർ രജിസ്റ്റർ ചെയ്യണം. ജീവ ഭാരവാഹികളായ ഡോക്ടർ PA രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, PI സൈമൺ, KK പ്രതാപൻ, പ്രിയ രാജേന്ദ്രൻ, KU കാർത്തികേയൻ, സന്ധ്യ ഭരതൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് മനോജ് സുബ്രഹ്മണ്യൻ ഡയാലിസിസ് കിറ്റുകൾ മോഡേൺ ആശുപത്രി അധികൃതർക്ക് കൈമാറി. ക്ലബ്ബ് സെക്രട്ടറി സത്യകുമാർ മേനോൻ, P. ശശികുമാർ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നു. മല്ലൻകാവ് പുനരുദ്ധാരണ കമ്മിറ്റി പ്രവർത്തകരും മാതൃസംഘം പ്രവർത്തകരും സംയുക്തമായാണ് മതിൽക്കെട്ടിനുള്ളിൽ കട്ടവിരിച്ചത്. തിപ്പല്ലൂർ സ്വദേശിയായ താവളത്തിൽ ചന്ദ്രബോസ് ഭഗവാന്റെ തിരുമുറ്റം കട്ടവിരിക്കുന്നതിനുള്ള വഴിപാട് സമർപ്പിച്ചു. കർക്കിടക വാവ് ദിവസം നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി മല്ലൻകാവിൽ എത്തിച്ചേരാറുള്ളത്. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ KG സുധാകരൻ, ശശി പ്ലാച്ചേരി, OA സുബ്രഹ്മണ്യൻ, മാതൃസംഘം ഭാരവാഹികളായ ലളിത ഉണ്ണികൃഷ്ണൻ, സീതാ ബാലൻ, തങ്ക ഒഴിച്ചിലായി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മയും നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം, സെൻട്രൽ ലൈബ്രറി കോളേജ്, IQAC എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമാദരണീയം സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ നിരൂപകൻ MK ഹരികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം മേധാവി ക്യാപ്റ്റൻ KS ലത അധ്യക്ഷയായി. മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ VS റജി, ശശി കളരിയേക്കൽ,
കെ ദിനേശ് രാജ, നോമി കൃഷ്ണ, ആര്യ വിശ്വനാഥ്, സദു ഏങ്ങൂർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിൽ സമൂഹ മനസാക്ഷിയെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തെരുവ് നായുടെ ജഡം ഭക്ഷിക്കുന്ന നിലയിൽ മാനസിക രോഗിയായ യുവാവിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പാറന്നൂർ പാടത്ത് കാറിൽ പോകുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. യുവാവിനെ കണ്ടപ്പോൾ ലഹരി ഉപയോഗിച്ച ഒരു മാനസിക രോഗിയെ പോലെയാണ് തോന്നിയതെന്ന് ദൃശ്യങ്ങൾ പകർത്തിയവർ വ്യക്തമാക്കി. കൈപ്പറമ്പ് ഏഴാംകല്ലിൽ സ്കൂട്ടർ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരനായ മണി, സ്കൂട്ടർ യാത്രക്കാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി പത്മനാഭന്റെ മണ്ണിൽ നിന്നും വടക്കുന്നാഥന്റെ മണ്ണിൽ വിജയമുദ്ര പതിപ്പിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ സിറ്റി സെന്ററിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ഹമാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽസ് ആൻഡ് മാനുഫാക്ചേഴ്സിന്റെ 9ാമത് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂമിന്റെ ഉദ്ഘാടനം ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ കെ എന്ന കൃഷ്ണകുമാർ, രശ്മി മേടയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത തേക്കിൻകാട് ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജനറൽ മാനേജർ ജിബിൻ പൗലോസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രശാന്ത്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലക്കി ഡ്രോയിലെ വിജയികളായ 10 പേർക്ക് സിൽവർ റിങ്ങുകളും വിശിഷ്ടാതിഥികൾ ചേർന്ന് സമ്മാനിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നമ്പർ 1 ഹോൾസെയിലേഴ്സായ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി അത്യാകർഷകങ്ങളായ നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള സിൽവർ ഓർണമെന്റുകളും വെറൈറ്റി കളക്ഷൻസും ഹോൾസെയിൽ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് ഹമാര ചോയ്സ് സിൽവർ ഷോറൂമിന്റെ പ്രത്യേകത. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നതാണ് കമ്പനിയുടെ ടാഗ്ലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് 9526725916. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,930 രൂപ, പവന് 1,11,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കൊടുങ്ങല്ലൂരിൽ മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിലായി. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി ഷില്ലിയാണ് അറസ്റ്റിലായത്. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. മടവാക്കര കാച്ചക്കടവിൽ അപകടത്തിൽപ്പെട്ട് ഒഴുകിപ്പോയ കാർ കണ്ടെത്തി. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാർ കണ്ടെത്തിയത്. കടൽക്ഷോഭം തടയുന്നതിന് സമർപ്പിച്ച പദ്ധതിക്ക് അടിയന്തരമായി അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഇടപെടൽ. ടെട്രോപോഡ് നിർമ്മിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിനാൽ. കുന്നംകുളത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പിഗ് ബ്രീഡിംഗ് യൂണിറ്റിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗകേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.